അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ താബിഈ ഹസ്സാൻ ഇബ്നു അത്തിയ്യ റഹിമഹുല്ലാ, അബൂബക്കർ ഹസ്സാൻ ഇബ്നു അത്തിയ്യ റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 130-ലാണ്. അദ്ദേഹം പറയാണ്, ഇന്ന റജുലൈനി ലയകൂനാനി ഫി സലാത്തിൻ വാഹിദ. രണ്ടാളുകൾ, അവർ രണ്ടുപേരും ഒരേ നിസ്കാരത്തിലാണ്, ഒറ്റ നിസ്കാരമാണ് അവർ രണ്ടുപേരും നിർവഹിക്കുന്നത്. എന്നാൽ വ ഇന്ന ബൈനഹുമാ മിനൽ ഫദ്ലി ലകമാ ബൈനസ് സമാഇ വൽ അർദ്. എന്നാൽ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ അവർ രണ്ടുപേരും ആകാശഭൂമികൾക്കിടയിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസത്തിലാണുള്ളത്. രണ്ടുപേരും നിസ്കരിക്കുന്ന ഒരേ നിസ്കാരമാണ്, പക്ഷെ അവരുടെ ഫദ്ലിൻ്റെ വിഷയത്തിൽ, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ ആകാശഭൂമികൾക്കിടയിൽ എത്ര വ്യത്യാസമുണ്ട് അത്രയും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. സുമ്മ ഫസ്സറ ദാലിക്, പിന്നീട് അദ്ദേഹം എന്താണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, അന്ന അഹദഹുമാ യകൂനു മുഖ്ബിലൻ അലല്ലാഹി ബിഖൽബി. ഇത്രത്തോളം വലിയ വ്യത്യാസം വരാനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, ഒരാൾ അതിൽ ഖൽബ് കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞവനാണ്, ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിസ്കരിച്ചവനാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി, ഭക്തിയോടുകൂടി, ഖുശൂഓടുകൂടി നിസ്കാരം നിർവഹിച്ചവനാണ്. വൽ ആഖറ സാഹിൻ ഗാഫിലുൻ. എന്നാൽ രണ്ടാമത്തെ വ്യക്തി, മറ്റേ വ്യക്തി, അയാൾ ഗഫലത്തിലായിരുന്നു, അശ്രദ്ധയിലായിരുന്നു, മനസ്സാന്നിധ്യമില്ലാതെ, ഭക്തിയില്ലാതെയാണ് നിസ്കരിച്ചിട്ടുള്ളത്, ഭയഭക്തി ഖുശൂ ഇല്ലാതെയാണ് അദ്ദേഹം നിസ്കരിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യത്തെയാൾ ശ്രദ്ധയോടുകൂടി, ഖുശൂഓടുകൂടി നിസ്കാരം നിർവഹിച്ചു. മറ്റേയാൾ ഗഫലത്തിലായിരുന്നു, നിസ്കാരത്തിലുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിസ്കാരത്തിലുണ്ടായിരുന്നില്ല, മറ്റെന്തോ ചിന്തിക്കുകയായിരുന്നു, ഗഫലത്തിലായിരുന്നു, തീർത്തും അശ്രദ്ധയിലായിരുന്നു, ഹൃദയ സാന്നിധ്യം നിസ്കാരത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും രണ്ടറ്റത്തായി എന്നുള്ളതാണ്. ആകാശഭൂമികൾക്കിടയിൽ എത്ര വ്യത്യാസമുണ്ട് അത്രയും വ്യത്യാസം അവരുടെ രണ്ടുപേരുടെ നിസ്കാരത്തിലുണ്ട് എന്നാണ് ഹസ്സാൻ ഇബ്നു അത്തിയ്യ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഒരേ സൊഫിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഒരേപോലെയല്ല. അവരുടെ നിസ്കാരത്തിൻ്റെ ഓരോ കാര്യവും പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തുന്നത്. 10 പ്രതിഫലം ലഭിക്കുന്ന ആളുകളുണ്ട്, 9 പ്രതിഫലം ലഭിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും ലഭിക്കുന്ന, അല്ലെങ്കിൽ ആ നിസ്കാരത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഏറ്റ വ്യത്യാസം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രതിഫലത്തെ പ്രധാനമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നിസ്കാരത്തിലെ ഖുശൂ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി, ഭക്തിയോടുകൂടി ആര് നിസ്കാരം നിർവഹിക്കുന്നുവോ അവർക്ക് ശ്രേഷ്ഠതയിൽ, പ്രതിഫലത്തിൽ വലിയ വർധനവുണ്ടാകും. എന്നാൽ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അവൻ്റെ ഹൃദയം അശ്രദ്ധയിലാണ് എങ്കിൽ അവന് പ്രതിഫലത്തിൽ വലിയ കുറവുണ്ടാകും. നിസ്കാരത്തിൻ്റെ റൂഹ് സ്വലാത്താണ്, ആത്മാവാണ് ഭക്തി, അൽ ഖുശൂ എന്നുള്ളത്. ഖുശൂഓടുകൂടി നിസ്കാരം നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല അൽ മുഅ്മിനൂൻ സൂറത്തിൽ പറഞ്ഞല്ലോ. അതിൽ വിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായി ആദ്യം എടുത്തു പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരം എങ്ങനെയെങ്കിലും ഒരു കടമ നിർവഹിക്കുന്നത് പോലെ അത് എങ്ങനെയെങ്കിലും നിസ്കരിച്ച് തീർത്താൽ പോരാ. നിസ്കാരത്തിൻ്റെ ആത്മാവ് നിലനിർത്തിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്തിയോടും ഹൃദയ സാന്നിധ്യത്തോടും കൂടി അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു മുമ്പിലുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി നിസ്കാരം നിർവഹിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.